സംസ്ഥാന ഭാരവാഹി പട്ടിക നോക്കിയാൽ സമസ്ത മേഖലയിൽ നിന്നുള്ള പ്രാതിനിധ്യം അതിലുണ്ട്. യുവാക്കളുണ്ട്, അതേപോലെ തന്നെ IPS ഉദ്യോഗസ്ഥരായിട്ടിരുന്ന ആളുകളുണ്ട്, അതേപോലെ തന്നെ വൈസ് ചാൻസലറായിട്ടിരുന്ന ആളുകളുണ്ട്, അങ്ങനെ സാധാരണക്കാരുണ്ട്, പ്രവർത്തകർക്ക് ഏറെ താല്പര്യമുള്ള നേതാക്കളുണ്ട്. ഇവരെ എല്ലാം കൂടി ഉൾപ്പെടുത്തി എല്ലാ വിഭാഗങ്ങളിൽ നിന്നും എല്ലാ സമുദായങ്ങളും എല്ലാ മതവിഭാഗങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി സമ്പൂർണ്ണമായ ഒരു പട്ടിക, സമ്പൂർണ്ണമായ ഒരു ടീം, ആ ടീമിനെ തന്നെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വിനീഷ്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് ആ പട്ടിക പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എല്ലാ മേഖലകളിലെയും ഉള്ള പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ പട്ടിക തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും വൈസ് പ്രസിഡന്റുമാരായ എത്തിയതാണ് ഏറ്റവും തിളക്കമാർന്നവർ. ഒപ്പം തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ അങ്ങനെ എല്ലാ മേഖലകളിലും ഉള്ളവരെ സ്പർശിച്ചുകൊണ്ടുള്ള ഒരു സംസ്ഥാന ഭാരവാഹി പട്ടിക തന്നെയാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. വൈസ് പ്രസിഡന്റുമാരായി ഡോക്ടർ KS രാധാകൃഷ്ണൻ എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ചു. ഒപ്പം തന്നെ ശ്രീ സദാനന്ദൻ മാസ്റ്റർ കണ്ണൂർ ജില്ല, അഡ്വക്കേറ്റ് P സുധീർ തിരുവനന്തപുരം ജില്ല. അഡ്വക്കേറ്റ് P സുധീർ കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച വ്യക്തിയാണ്. അദ്ദേഹം CPM-നെതിരെ ശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പോരാട്ടം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നമുക്ക് കാണാൻ സാധിച്ച ഒരു സാഹചര്യമുണ്ടായി. സുധീർ നേരത്തെ പ്രത്യേകിച്ച് BJPയുടെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ്റെ ടീമിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അഡ്വക്കേറ്റ് P സുധീർ. ഇപ്പോൾ അതിനു മുമ്പായി പട്ടികജാതി പട്ടികവർഗ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയും P സുധീർ വഹിച്ചിരിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അദ്ദേഹത്തെ വീണ്ടും പ്രധാന സ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ട് BJP ഭാരവാഹി പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അഡ്വക്കേറ്റ് P സുധീറിനെ വൈസ് പ്രസിഡന്റുമാരാക്കിയിരുന്നു. ഒപ്പം തന്നെ ശ്രീ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ ഏറ്റവും ഒരു BJPയുടെ ഒരു മുഖം എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണകുമാറിന്റെ പേര് തന്നെയാണ് പാലക്കാട് ജില്ലയിൽ എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ C കൃഷ്ണകുമാറിന് സാധിച്ചു. അദ്ദേഹത്തെ സംസ്ഥാന ഉപാധ്യക്ഷൻ പദവിയിലേക്ക് എത്തിക്കുന്നു. ഒപ്പം തന്നെ ഡോക്ടർ അബ്ദുൽ സലാം, നമുക്കറിയാം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അത് വളരെ ശക്തമായിരുന്നു. പല ഘട്ടങ്ങളിലടക്കം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ട് തന്നെയാണ് BJPയിലേക്ക് അദ്ദേഹം എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ശ്രീമതി R ശ്രീലേഖ IPSനെ BJP തിരുവനന്തപുരത്തുള്ള വ്യക്തി, ഒപ്പം തന്നെ ആദ്യ IPS ഉദ്യോഗസ്ഥ, കേരളത്തിലെ തന്നെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ എന്നതടക്കമുള്ള വലിയ രീതിയിലുള്ള മികവായിരുന്ന തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലടക്കം വലിയ മികവുകൾ കാഴ്ചവെച്ച വലിയ രീതിയിലുള്ള ഒരു സ്ത്രീ ശക്തി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന R ശ്രീലേഖ അടക്കമുള്ളവരെ ഇപ്പോൾ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ സ്ഥാനത്തേക്ക് എത്തിക്കുന്നു. ശ്രീ K സോമൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന്, അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ജില്ലയിൽ BJPക്ക് ഒരു MBA ഉണ്ടാക്കുന്നതിനായി അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ച ഒരു വ്യക്തിത്വമാണ്. BJPയുടെ പഴയ യുവമോർച്ചയുടെ നേതാവ്. ഒപ്പം തന്നെ BJPയുടെ തൃശ്ശൂർ ജില്ല കഴിഞ്ഞ ഒരു ജില്ലയായി തന്നെ റവന്യൂ ഒരു ജില്ലയായി BJP കണ്ടിരുന്ന കാലഘട്ടത്തിൽ BJPയുടെ ജില്ലാ അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. അദ്ദേഹം പ്രത്യേകിച്ച് BJP കുന്നംകുളം സ്വദേശിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഏറ്റവും തിളക്കമാർന്ന വിജയങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ ഇലക്ഷനെ ഏറ്റവും വലിയ രീതിയിൽ പ്രത്യേകിച്ച് പ്രവർത്തകരെ സജ്ജരാക്കിയ ഒരു പങ്കാളിത്തം അദ്ദേഹത്തിന് സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും മികവുറ്റ ഒരു ചുമതലയിലേക്ക് ഉപാധ്യക്ഷൻ പദവിയിലേക്ക് അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെ എത്തിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കോട്ടയത്ത് നിന്ന്, ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യങ്ങൾ പറയേണ്ടതില്ല. പല സർക്കാരിനെതിരെ ഉയരുന്ന പല അഴിമതി ആക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുറന്നു കൊണ്ടുവന്ന ഒരു യുവ പ്രതിഭ എന്ന് തന്നെയാണ് യുവ നേതാവ്, BJPക്കകത്തുള്ള യുവ നേതാവ് എന്നാണ് ഷോൺ ജോർജിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. ഒപ്പം PC ജോർജിൻ്റെ മകനാണ് എന്നതും പ്രത്യേകതയാണ്. എന്തായിരുന്നാലും നിലവിൽ ഉപാധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തതിൽ 10 ഉപാധ്യക്ഷന്മാരാണ് BJPയുടെ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ഉള്ളത്. ഈ 10 ഉപാധ്യക്ഷന്മാർ ഒപ്പം തന്നെ 4 പേരാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ട് എത്തിയിരിക്കുന്നത്. ഒന്ന് ശ്രീ MD രമേശ് കോഴിക്കോട് ജില്ലയിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. പ്രത്യേകിച്ച് കൃത്യമായി സംഘടനാ
തലത്തിൽ സംഘടനാ പ്രവർത്തനത്തിൽ ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് തന്നെയാണ് നമുക്ക് എം ഡി രമേശിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. എം ഡി രമേശ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തുന്നു. ഒപ്പം ശ്രീമതി ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ BJPയുടെ വനിതാ മുഖം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിത്വം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. അവരുടെ മറ്റു മികവുകൾ ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ തവണ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചുകൊണ്ട് CPMന്റെ ഇടത്തുകോട്ടകളിലടക്കം വലിയ വിള്ളൽ ഉണ്ടാക്കിക്കൊണ്ട് വലിയ രീതിയിൽ തേരോട്ടം നടത്താൻ സാധിച്ച വ്യക്തിത്വം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് S സുരേഷ് തിരുവനന്തപുരം ജില്ലയിലെ BJPയുടെ ജില്ലാ അധ്യക്ഷനായിട്ട് ഏറ്റവും കൂടുതൽ സംഘടനാ തലത്തിൽ സംഘടനയെ കൂടുതൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു പ്രമുഖനായ നേതാവാണ്. സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ABVP കാലഘട്ടം മുതൽ സജീവമായി RSSന്റെ സജീവ പ്രവർത്തകൻ, ഒപ്പം തന്നെ ABVPയുടെ പ്രവർത്തകൻ, ABVPയുടെ സംഘടനാ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ചുമതലകൾ വഹിച്ചു. തുടർന്ന് യുവമോർച്ചയിലേക്ക് എത്തുന്നു. യുവമോർച്ചയുടെ സംസ്ഥാന ചുമതലകൾ വഹിക്കുന്നു. അതിനുശേഷം BJPയുടെ സംസ്ഥാന ചുമതലകൾ, ഒപ്പം തന്നെ BJPയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി കൊണ്ട് BJPക്ക് സംഘടനാ തലത്തിൽ പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ വേരോട്ടം സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് S സുരേഷ് അടക്കമുള്ളവർ. ആ സുരേഷിനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അനൂപ് ആന്റണി അടക്കമുള്ള അവരാണ് മറ്റ് ജനറൽ സെക്രട്ടറിമാരായി. അങ്ങനെ 4 പേര്, MD രമേശ്, ശ്രീ ശോഭാ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് S സുരേഷ്, ശ്രീ അനൂപ് ആന്റണി ഉൾപ്പെടെയുള്ളവരാണ് നിലവിൽ ഇപ്പോൾ ജനറൽ സെക്രട്ടറിമാരായി എത്തിയിരിക്കുന്നത്. ഒപ്പം 10 സെക്രട്ടറിമാരെയും തിരഞ്ഞെടുക്കുന്നു. പ്രമുഖ വ്യക്തിത്വങ്ങളായ BJPയുടെ പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടിക പുറത്തു വരികയാണ്. സമ്പൂർണ്ണമായി എല്ലാ മേഖലയിൽ നിന്നുമുള്ള വ്യക്തിത്വങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. BJPക്ക് പുതിയ ഭാരവാഹികൾ ആയിട്ട് ഉള്ളവരുണ്ട്. നിലവിൽ ഭാരവാഹിത്വം വഹിച്ച തലമുതിർന്ന നേതാക്കളുണ്ട്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായ ഒരു ഭാരവാഹി പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്.